ഹലോ വെൽക്കം ടു അസ്ലം സ്റ്റോക്സ്. +1 എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ഭാഗം സ്റ്റാറ്റിക് പാർട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒജീവ്സ്. പല വിദ്യാർത്ഥികളും വീഡിയോ ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. ഒജീവിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. എങ്ങനെ സിമ്പിളായിട്ട് ഒജീവ് വരക്കാം, എങ്ങനെ ഒജീവ് വെച്ചിട്ട് മീഡിയം കണ്ടെത്താം. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചു. നേരെ ക്വസ്റ്റിലേക്ക് പോവാം. ഡ്രോ ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ഒജീവ് ഫോർ ഡാറ്റ ഗിവൺ ബിലോ ഇൻ എ സിംഗിൾ ഡയഗ്രാം. ഒരു ഡയഗ്രത്തിൽ നിന്ന് ലെസ് ദാനും മോർ ദാൻ ഒജീവും വരയ്ക്കാനാണ് പറഞ്ഞത്. വളരെ ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ. ലെസ് ദാനും മോർ ദാനും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് സീരീസ് ആണ് അല്ലേ? ക്ലാസ് ഇൻ്റർവെൽ പറയും 0 to 10. എസ് മാർക്കാണ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. 0 to 10 ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5, 10 to 20 12, 20 to 30 14, 30 to 40 10, 40 to 50. അഥവാ 40ൻ്റെയും 50ൻ്റെയും ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികൾ 8 എണ്ണമാണ്. ഇത് വെച്ചിട്ടാണ്, ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ലെസ് ദാനും മോർ ദാനും ഉണ്ടാക്കേണ്ടത്. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ലെസ് ദാൻ എടുക്കുമ്പോൾ ഈ ക്ലാസിൻ്റെ 2 ലിമിറ്റുകൾ നിങ്ങൾ പഠിക്കുക. ഈ ഫസ്റ്റ് വരുന്ന ഭാഗമാണ് ലോവർ ലിമിറ്റ്, ഇതിൻ്റെ എൻഡ് പാർട്ടാണ് അപ്പർ ലിമിറ്റ്. 0 ലോവർ ലിമിറ്റ് ആണ്. ഈ ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് ഏതാ? 10. ഇവിടെ ലോവർ ലിമിറ്റ് 10. ദെൻ അപ്പർ ലിമിറ്റ് പറയൂ. കറക്റ്റാ 20. ലോവർ ലിമിറ്റ് 20, 30. അപ്പോൾ ലോവർ ലിമിറ്റ് ആണ് ഫസ്റ്റ് കാണുന്നത്. ഇത് എന്താണ്? അപ്പർ ലിമിറ്റ് ആണ്. നമ്മൾ ലെസ് ദാൻ ഒജീവ് എടുക്കുമ്പോൾ എപ്പോഴും അപ്പർ ലിമിറ്റ് ആണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പർ ലിമിറ്റ് മാറില്ല. ലെസ് ദാൻ ഏതുമായി ബന്ധപ്പെടുത്താം? അപ്പർ ലിമിറ്റുമായി ബന്ധപ്പെടുത്താം. അപ്പോൾ ലെസ് ദാൻ അപ്പർ ലിമിറ്റ് പറയും. ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30, ലെസ് ദാൻ 40. യെസ് കറക്റ്റാ. ലെസ് ദാൻ 50. അപ്പോൾ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ആണ് എടുക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? ലെസ് ദാൻ 10, 10ൻ്റെ താഴത്തോട്ട് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ എത്രയാ? 10ൻ്റെ താഴത്തോട്ട് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ 5. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? ലെസ് ദാൻ 20 എന്ന് പറഞ്ഞാൽ 12 + 5 പെടും. ലെസ് ദാൻ 20 എന്ന് പറഞ്ഞാൽ 20ൻ്റെ താഴത്തോട്ട് മാർക്ക് കിട്ടിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ 10 മാർക്ക് കിട്ടിയ കുട്ടികൾ എന്തിൽ പെടുമല്ലോ. അപ്പോൾ 5 + 12 17. ലെസ് ദാൻ 30 എന്ന് പറഞ്ഞാൽ 30ൻ്റെ താഴത്തോട്ട് മാർക്ക് കിട്ടിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ 14 പെടും, 12 പെടും, 5 പെടും. ഇത് മൂന്നും ആഡ് ചെയ്താൽ 31 കിട്ടും. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ലെസ് ദാൻ 40 എന്ന് പറഞ്ഞാൽ 40ൻ്റെ താഴത്തോട്ട് മാർക്ക് കിട്ടിയ കുട്ടികളാണ്. 40ൻ്റെ താഴത്തോട്ട് മാർക്ക് കിട്ടിയ കുട്ടികൾ പറയുമ്പോൾ 30 പെടും. 20 ഒക്കെ പെടും. അപ്പോൾ എവിടെ മുതലാ കൂട്ടുക? 10 + 14 + 12 + 5 41. ലെസ് ദാൻ 50 എന്ന് പറഞ്ഞാൽ 50ൻ്റെ താഴത്തോട്ട് മാർക്ക് കിട്ടിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും പെടുമല്ലോ, എല്ലാ വിദ്യാർത്ഥികളും പെടും. ഇത് ടോട്ടൽ കൂട്ടിയാൽ 49. ക്ലിയർ ആണ്? ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ എടുക്കുന്നത് മോർ ദാൻ ആണ്. മോർ ദാൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലോവർ ലിമിറ്റ് ആണ്. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് സ്റ്റാർട്ടിങ് ആയിരിക്കാം അല്ലേ? ഇവിടെ ഏതാ ലോവർ ലിമിറ്റ്? 10. ഇതിലോ ഇവിടെ ഫസ്റ്റിൽ ലോവർ ലിമിറ്റ് 0, ദെൻ 10, പിന്നെ 20, 30, 40. ലോവർ ലിമിറ്റ് നമ്മൾ ആദ്യം എഴുതി. മോർ ദാൻ ഒജീവ് എടുക്കുമ്പോൾ എല്ലാ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആദ്യം എഴുതി വെക്കുക. വളരെ ക്ലിയർ ആണ്. ഇനി മോർ ദാൻ എന്ന് പറഞ്ഞാൽ 0ൻ്റെ മേലോട്ട് മാർക്ക് കിട്ടിയ കുട്ടികൾ എല്ലാ കുട്ടികളും പെടുമല്ലോ അല്ലേ? എല്ലാ കുട്ടികളും പെടും. മൊത്തത്തിൽ കൂട്ടിയാൽ എത്രയാ? 49. ഓക്കെ. മോർ ദാൻ 10 എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമായി ഞാൻ പറഞ്ഞുതരാം. മോർ ദാൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്ക് പെടുമോ? ഇല്ല. 10ൻ്റെ മേലോട്ടുള്ള എല്ലാവരും പെടും. അപ്പോൾ എങ്ങനെ അതിൻ്റെ ആൻസർ? നമ്മൾ മോർ ദാൻ 0 എന്ന് പറഞ്ഞപ്പോൾ 49 എഴുതി, എല്ലാ വിദ്യാർത്ഥികളും പെട്ടു. അതിൽ നിന്ന് തൊട്ട് മുമ്പുള്ള കുറച്ചാൽ, അഥവാ തൊട്ട് മുമ്പുള്ള 5 കുറച്ചാൽ എന്ത് കിട്ടും? 44 കിട്ടും. ഇനി അടുത്തത് മോർ ദാൻ 20 എന്നാ പറഞ്ഞ് അല്ലേ? മോർ ദാൻ 20 ആകുമ്പോൾ 44 കിട്ടി. 44ൽ നിന്ന് തൊട്ട് മുമ്പുള്ള സംഖ്യ 12 കുറച്ചാൽ 32 കിട്ടും. മോർ ദാൻ 30 എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് കിട്ടിയ മാർക്ക് എത്രയാ? 32 ആണ്. അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 14 കുറച്ചാൽ മതി. മോർ ദാൻ 48 അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? മോർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടും. മോർ ദാൻ 10 എന്ന് പറഞ്ഞാൽ ഇവ മാത്രം പെടും. മോർ ദാൻ 20 എന്ന് പറഞ്ഞാൽ 20 മുതൽ മേലോട്ടുള്ള പെടും. മോർ ദാൻ 30 എന്ന് പറഞ്ഞാൽ 30 മുതൽ മേലോട്ടുള്ള പെടും. മോർ ദാൻ 40 എന്ന് പറഞ്ഞാൽ 8 പെടും. ഇങ്ങനെയാണ് ഇതുവരെ.
ഇനി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ലെസ് ദാനും മോർ ദാനും ഒജീവും വരയ്ക്കുക എന്നുള്ളതാണ്. ലെസ് ദാനും മോർ ദാൻ ഒജീവ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ ഏറ്റവും വലിയ സംഖ്യ 49 ആണ് അല്ലേ. അപ്പൊ താഴത്തോട്ട് വരുന്നത് ഏതായിരിക്കും? എപ്പോഴും ഒരു ഗ്രാഫിന് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. അപ്പൊ നമ്മൾ വൈ ആക്സിസ് ഇവിടെ എടുക്കുന്നു അല്ലേ, എക്സ് ആക്സിസ് താഴെ എടുക്കും. ഇതാണ് എക്സ്, ഇതാണ് എന്ത് വൈ. ഇവിടെ 0. എക്സില് മാക്സിമം എത്ര മാർക്ക് ഉണ്ട്? മാക്സിമം പോയ 50 ആണ് അല്ലേ. അപ്പൊ നമ്മൾ 0, 10, 20, 30, 40, 50. ഇനി മേലോട്ട് എടുക്കേണ്ടത് ലെസ് ദാൻ ആയാലും മോർ ദാൻ CF ആണ് ഇനി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഫ്രീക്വൻസി അല്ല. CFന് ഏറ്റവും ചെറിയ സംഖ്യ 5 ആണ്, ഏറ്റവും വലിയ സംഖ്യ 49 ആണ് അല്ലേ. ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ 8 ആണ്, ഏറ്റവും വലിയ സംഖ്യ 49 ആണ്. അതുകൊണ്ട് നമ്മൾ 5ഉം 49ഉം പെടുന്ന രൂപത്തിൽ ഒരു മാർക്ക് എടുക്കാം. എളുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ 10, 20, 30, 40, 50. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 5, 10 അങ്ങനെ എടുക്കാം. ഇനി ആദ്യം ഞാൻ ലെസ് ദാൻ ആണ് വരയ്ക്കുന്നത്. ലെസ് ദാൻ വരയ്ക്കുമ്പോൾ ഈ ഭാഗം മെയിൻറ്റെയിൻ ചെയ്യാം. ലെസ് ദാൻ 10, 10ൽ എത്രയാ മാർക്ക്? 5. 5 എന്ന് പറയുമ്പോൾ 10ന്റെ പകുതി അല്ലേ. ഓക്കെ. ലെസ് ദാൻ 20 എത്രയാ? ലെസ് ദാൻ 20, യെസ് കറക്റ്റ്, 17 ആണല്ലോ. 17 എന്ന് പറയുമ്പോൾ 20ന്റെ കുറച്ച് താഴത്തോട്ട്. ലെസ് ദാൻ 30, 31 എന്ന് പറയുമ്പോൾ 30ന്റെ കുറച്ച് മേലോട്ട്. ലെസ് ദാൻ 40, 41 40ല് 41. ലെസ് ദാൻ 50, 49 എന്ന് പറയുമ്പോൾ 15 അടി. അപ്പോൾ നിങ്ങൾക്ക് ലെസ് ദാൻ കിട്ടി. എന്നിട്ട് മെല്ലെ എന്ത് ചെയ്യുക? മായ്ച്ചു കൊടുക്കുക. ഇത് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു ഡയഗ്രം കിട്ടും. ഇങ്ങനെ ഒരു കർവാണ് നമുക്ക് കിട്ടുക. ഇനി മോർ ദാൻ വരയ്ക്കുമ്പോൾ മോർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ, മോർ ദാൻ 0ൽ എത്രയാ? 49. ഇതാണല്ലോ 0 അല്ലേ. 0ല് 49 ക്ലിയർ. 0 49 ആണ് 15 ആണ്, നേരെ താഴത്തോട്ട് 0. മോർ ദാൻ 10 എന്നതല്ലേ. 10ൽ എത്രയാ? 44. 10ല് 44, 45ന്റെ കുറച്ചാണ്. 20ല് 32, 20, 32 ക്ലിയർ ആണല്ലോ. 30ല് 18, 40ല് 8. ഓക്കെ, അങ്ങനെ ഇതിങ്ങനെ വരച്ചാൽ മോർ ദാനും കിട്ടും. ലെസ് ദാൻ ഒജീവ്, ഇതേതാ ഒജീവ്? നിങ്ങൾക്ക് അറിയാലോ. ലെസ് ദാൻ, ഇതോ മോർ ദാൻ. ഒന്ന് വരച്ചിട്ടേ മറ്റേ വരയ്ക്കാൻ പറ്റൂ. ലെസ് ദാനും മോർ ദാനും വരച്ചു കഴിഞ്ഞ ശേഷം ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ ഒരു വര വരച്ചാൽ ഏകദേശം 27 ഒക്കെ ആയിട്ടാണ് മീഡിയൻ ആയിട്ട് വരിക. ഇത്രയും ഭാഗമാണ് ഇതെന്ന് ചോദിക്കുക. ലെസ് ദാനും മോർ ദാനും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.